ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എല്ലാവരും കൊണ്ടും സമ്മതിപ്പിക്കണം. എന്നിട്ട് അവളെ ഉപദ്രവിക്കണം. അച്ഛനത് മനസ്സിലാവാതെ പോകുന്നല്ലോ. ഞാൻ പറഞ്ഞു, തർക്കവും ബഹളമൊന്നും പാടില്ല. നീ വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഞാൻ വരുന്നില്ല. നിങ്ങളുടെ ആവശ്യം ആ പെൺകുട്ടി പുറത്തു പോകണല്ലേ? മറ്റൊരു മാർഗമില്ലാത്തോണ്ടാ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. ഞാൻ വരാം, കർമ്മങ്ങളും ചെയ്യാം. പക്ഷേ നിങ്ങൾ പറഞ്ഞത് വാസ്തവല്ലെങ്കിൽ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. തിരുമേനി, അവളുടെ ദേഹത്താ ബാധയെന്ന് തിരുമേനി ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടേക്കൂ. അതിന് തിരുമേനിക്ക് എന്താന്ന് വെച്ചാ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. നമ്മുടെ മന്ത്രവിദ്യകൾ വില കൊടുത്താൽ കിട്ടുന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞാനേ 1-2 പേരെ വിളിച്ചിരുന്നു. തിരുമേനിയെ നന്നായിട്ട് അറിയുന്നവരാ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും തിരുമേനിയോട് പറഞ്ഞാ മതിയെന്ന് അവര് പറഞ്ഞേ. തിരുമേനി ഞങ്ങളെ കൈവിടരുത്. സാധ്യമല്ല. എന്റെ തൊഴില് മായം കാണിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങ് നിഷേധിക്കുകയാണെങ്കിൽ ഇതുപോലെ മറ്റൊരാളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോവേണ്ടി വരും. ചിലപ്പോ ഞങ്ങൾ കൊടുക്കുന്ന 2 ലക്ഷം രൂപ കിട്ടാൻ അങ്ങനെ ഒരാൾക്കാകും വിധിയുള്ളത്. 2 ലക്ഷമോ? ഇങ്ങനെ ഒരു കർമ്മത്തിനോ? കർമ്മത്തിന്റെ വലുപ്പമല്ല, ഞങ്ങളുടെ നേട്ടമാണ് ഞങ്ങൾ നോക്കുന്നത്. അങ്ങ് ഈ കർമ്മം ചെയ്യാൻ തയ്യാറാണെങ്കിൽ മുൻകൂറായി 2 ലക്ഷം രൂപ അങ്ങേക്ക് ഞങ്ങൾ തരും. അവളെ ഇറക്കി വിടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല തിരുമേനി. അച്ഛനും അമ്മയും ആരാന്നറിഞ്ഞൂടാത്ത ഒരുത്തിയാ. വരുൺ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയതാ. ആ കുടുംബവുമായിട്ട് ബന്ധം വെച്ച അന്ന് മുതലാ കണിമംഗലത്തിന് നാശം തുടങ്ങിയത്. എന്നേക്കുമായി അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാ. അങ്ങ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഈ ഒരൊറ്റ തവണത്തേക്ക്. ശരി, ഞാൻ വരാം. നിങ്ങൾ പറഞ്ഞ പോലെ രാധിക എന്ന പെൺകുട്ടിയിലാണ് ആത്മാവുള്ളതെന്ന് പറയാം. അതിനുശേഷം സംഭവിക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. തിരുമേനി ഇന്ന് രാത്രി തന്നെ എത്തിയാ മതി. ആയിക്കോട്ടെ, ഞാൻ വരാം. അമ്മേ, ദേ അവരെ എത്തിയേ. ഞങ്ങള് തിരുമേനിയെ കാത്തു നിൽക്കായിരുന്നു. പണം അങ്ങയുടെ ശിഷ്യനെ ഏൽപ്പിച്ചിരുന്നു. പറഞ്ഞതിൽ നിന്നും ഒരു വീഴ്ചയും ഉണ്ടാവരുത്. വീഴ്ചയൊന്നും ഉണ്ടാവില്ല. വരൂ. വരൂ വരൂ. അച്ഛാ, ഇതാണ് പാലമറ്റം വാമദേവൻ നമ്പൂതിരിപ്പാട്. പ്രേതാത്മാക്കളെ ഒഴിപ്പിക്കുന്നതിൽ ഇദ്ദേഹത്തോളം കേമൻ മറ്റൊരാളില്ല. അങ്ങേക്ക് ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിയെ അറിയാമോ? അറിയാം. ബഹു കേമനല്ലേ? ഇവിടത്തെ ബന്ധുവാണല്ലേ? അതെ തിരുമേനി. എല്ലാം ഒരു വിധി. അല്ലെങ്കിൽ നേർവഴിക്ക് മാത്രം നടക്കുന്ന ദേവനാരായണൻ തിരുമേനിയെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം വരേണ്ട കാര്യമുണ്ടായിരുന്നോ? അദ്ദേഹത്തെ പോലെ ഒരാൾ അതിന്റെ കാരണം കണ്ടുപിടിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. കുറച്ച് ദിവസമായിട്ട് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവം നടക്കുന്നു. ബാക്കിയൊക്കെ വിശ്വസിക്കാൻ മടിച്ചു. പിന്നെ പതുക്കെ വിശ്വസിക്കേണ്ടി വന്നു.
എല്ലാത്തിൽ നിന്നും തിരുമേനി ഞങ്ങൾക്കൊരു മോചനം ഉണ്ടാക്കി തരണം. കർമ്മത്തിന് ശേഷം സാഹചര്യങ്ങളൊന്ന് നോക്കിയിട്ട് എന്ത് വേണമെന്ന് ഞാൻ പറയാം. കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ആ സുധാര, പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. പ്രാർത്ഥന, അതിനേക്കാൾ ഉത്തമമായ പരിഹാരം വേറെയില്ല. മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ. അകത്തേക്ക് വന്നോളൂ. എന്തൊക്കെയാ ചെയ് നടക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ ഈ ശീലമൊന്നും ഇല്ലാതിരുന്നല്ലേ? നീ അവിടെ പോയി ബഹളമൊന്നും വയ്ക്കരുത്. ഒരു പൂജ നടത്തണം എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണ്. ആരെ എല്ലാവരും? ഏട്ടത്തിയും ചെറിയമ്മയും പിന്നെ അവരുടെ വാക്കുകൾ കേട്ട അമ്മയും, അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? വരുണേ, ഒരു കുടുംബത്തിനകത്താവുമ്പോ ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. അതങ്ങനെ അങ്ങ് വിട്ടേക്ക്. അദ്ദേഹം പൂജ കഴിഞ്ഞ് പോകുന്നതോടെ എല്ലാവർക്കും ഒരു മനസമാധാനം കിട്ടുമെങ്കിൽ അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? അച്ഛാ, ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്നതാണ്. രാധയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എല്ലാവരും കൊണ്ടും സമ്മതിപ്പിക്കണം, എന്നിട്ട് അവളെ ഉപദ്രവിക്കണം. അച്ഛനത് മനസ്സിലാവാതെ പോകുന്നല്ലോ. ഞാൻ പറഞ്ഞു, തർക്കവും ബഹളമൊന്നും പാടില്ല. നീ വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഞാൻ വരുന്നില്ല. നിന്നോട് വരാനാ പറഞ്ഞത്.